എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീന്തി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ചർച്ചയിലൂടെ മാത്രമേ മേഖലയിലെ സംഘർഷ സാധ്യതകൾ പരിഹരിക്കാനാവൂ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി. ഇതിനായി എല്ലാ കക്ഷികളുമായും ചേർന്ന് നിൽക്കണം. ഖത്തറും ഇറാനും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ഖത്തറിന്റെ പ്രതികരണം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധഭീതിക്ക് അയവുണ്ടായ സാഹചര്യത്തിൽ ഇരുവിഭാഗവും തമ്മിലുള്ള സമവായ ചർച്ചകളുടെ സാധ്യതയിലൂന്നിയായിരുന്നു ഡോക്ടർ മാജിദ് അൽ അൻസാരിയുടെ പരാമർശം. ഇരു കക്ഷികളെയും ചർച്ചകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തുർക്കി, ഈജിപ്ത്, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരികയാണെന്നും വിശദീകരിച്ചു. ചർച്ചയിലൂടെ മാത്രമേ ലോകത്തെ ഏതു പ്രശ്നവും പരിഹരിക്കാനാകൂ എന്നും ഖത്തർ ഇറാനുമായി ഏറ്റവും ചേർന്നു നിൽക്കുന്ന രാജ്യമാണെന്നും മാജിദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മേഖലയിൽ ഇനിയും പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാനാണ് ഖത്തർ ശ്രമിക്കുന്നത്. പരിഹാരം കാണാൻ വൈകുന്നത് മേഖലയിലെ ജനങ്ങളെയും ദോഷകരമായി മാത്രമേ ബാധിക്കൂ എന്നും മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് മറ്റു പങ്കാളികളുമായി അടുത്തു പ്രവർത്തിച്ചു വരികയാണെന്നും മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഗ്യാസ് ഫീൽഡ് അടക്കം മേഖലയിലെ സുപ്രധാന വിഷയങ്ങളിലെല്ലാം പങ്കാളികളായതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവമായി ഇടപെടാൻ തന്നെയാണ് ഖത്തറിന്റെ ശ്രമമെന്നും മാജിദ് അൽ അൻസാരി ചൂണ്ടിക്കാട്ടി. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച തുർക്കിയിൽ നിന്നും ഒമാനിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുണ്ട്. ഇതനുസരിച്ച് അടുത്ത വെള്ളിയാഴ്ച ഒമാനിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകളുടെ വേദി തുർക്കിയിൽ നിന്ന് മാറ്റാനുള്ള ഇറാന്റെ അഭ്യർത്ഥന ട്രംപ് ഭരണകൂടം അംഗീകരിച്ചുവെന്നും ഈ ചർച്ചകളിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ച ആശയവിനിമയങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും അറബ് സ്രോതസ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ചർച്ചകൾ ആണവ വിഷയത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയതായും സൂചനയുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങളിൽ പുതിയ വിപ്ലവം കുറിച്ച് സൗദി അറേബ്യയും തുർക്കിയും തന്ത്രപ്രധാനമായ 12 മേഖലകളിൽ സഹകരണം പ്രഖ്യാപിച്ചു. സൗദി കിരീടാവകാശിയും തുർക്കി പ്രസിഡന്റും റിയാദിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനും തമ്മിൽ നടന്ന ചർച്ചകൾ പുതിയൊരു സഹകരണ കാലഘട്ടത്തിലേക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച കരാറുകൾ. പ്രതിരോധ മേഖലയിലെ സഹകരണം സജീവമാക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ്. പ്രതിരോധ മേഖലയിൽ തുർക്കി കൈവരിച്ച സാങ്കേതിക മുന്നേറ്റങ്ങൾ സൗദിയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കരുത്ത് പകരും. ഒപ്പം സൗദിയുടെ വിശാലമായ വികസന പദ്ധതികളിൽ തുർക്കി കമ്പനികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ധാരണയായി. ഊർജം, ഖനനം, കൃഷി തുടങ്ങി 12 മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. ഇതുവഴി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങളും സാമ്പത്തിക പുരോഗതിയും ഉറപ്പാക്കും. പലസ്തീൻ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും കൈക്കൊണ്ട ശക്തമായ നിലപാട് ശ്രദ്ധേയമാണ്. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര വേദികളിൽ ഒന്നിച്ചു നീങ്ങാൻ നേതാക്കൾ തീരുമാനിച്ചു. യമനിലെ സമാധാന നീക്കങ്ങളിലും സുഡാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിലും സൗദിയും തുർക്കിയും ഒരേ നിലപാടിലാണ്. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി കിരീടാവകാശി ഉടൻ തുർക്കി സന്ദർശിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് തുർക്കി പ്രസിഡന്റിന്റെ സൗദി സന്ദർശനം സമാപിച്ചത്. 24 ജിദ്ദ. സൗദി അറേബ്യയിൽ തൊഴിൽ നിയമലംഘന പിഴകളിൽ വൻ ഇളവ് പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. സ്ഥാപനങ്ങൾക്ക് പിഴത്തുകയിൽ 80% വരെ ഇളവ് നേടാൻ അവസരം നൽകുന്നതാണ് പുതിയ ഉത്തരവ്. വകുപ്പ് മന്ത്രി അഹമ്മദ് അൽ രാജിയാണ് പ്രഖ്യാപനം നടത്തിയത്. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. തൊഴിൽ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴകൾ സെറ്റിൽ ചെയ്യുന്നതിനാണ് മന്ത്രാലയം പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത്. ആദ്യമായി നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ വീഴ്ചകൾ തിരുത്താനും പിഴയിൽ 80% വരെ ഇളവ് നേടാനും ഇതിലൂടെ സാധിക്കും. പിഴ നോട്ടീസ് ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ സെറ്റിൽമെന്റിനായി അപേക്ഷ സമർപ്പിക്കണമെന്നതാണ് പ്രധാന നിബന്ധന. എന്നാൽ കേവലം അപേക്ഷ നൽകിയതുകൊണ്ട് മാത്രം ഇളവ് ലഭിക്കില്ല. ഏത് നിയമലംഘനത്തിന്റെ പേരിലാണോ ശിക്ഷാ നടപടി നേരിട്ടത് ആ സാഹചര്യം പൂർണ്ണമായും തിരുത്തണം. 1000 റിയാലോ അതിനു മുകളിലോ ഉള്ള പിഴകൾക്കാണ് ഇളവ് ലഭിക്കുക. നേരത്തെ അടച്ച പിഴകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ഒരേ ദിവസം ഒന്നിലധികം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും ആദ്യ തവണയാണെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കും. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനും തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട പഴയ നിയമങ്ങൾ റദ്ദാക്കി പുതിയ ഭേദഗതികൾ ഉടൻ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ.
വിദ്വേഷ പ്രസംഗത്തിനും പ്രചാരണത്തിനുമെതിരെ കടുത്ത നടപടിയുമായി ഓസ്ട്രേലിയ. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്ന അധ്യാപകർക്കും സ്കൂൾ അധികാരികൾക്കുമെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റ് നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി. ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിദ്യാലയങ്ങളിൽ വിദ്വേഷത്തിന് സ്ഥാനമില്ല എന്ന പ്രഖ്യാപനവുമായാണ് ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റ് പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കുന്നത്. സ്കൂൾ അധികാരികൾക്കും അധ്യാപകർക്കും കുട്ടികളിൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ മലിനമാക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ സ്കൂളിലോ സ്കൂളിന് പുറത്തോ ഉണ്ടായാൽ അവർക്കെതിരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ സ്കൂൾ റെഗുലേറ്ററി ബോഡിക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇത്തരം പ്രചാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകാം. പോലീസ് കേസോ കോടതി വിധിയോ വരുന്നതുവരെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ പുതിയ നിയമ ഭേദഗതി പ്രാബല്യത്തിലായാൽ സ്കൂൾ റെഗുലേറ്ററി ബോഡിക്ക് സാധിക്കും. കുറ്റം തെളിഞ്ഞാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുക, തടവ് ശിക്ഷ ലഭിക്കുക, വലിയ പിഴ നൽകുക തുടങ്ങിയ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് ആണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടികൾ പ്രഖ്യാപിച്ചത്. സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധതയും ഇസ്ലാമോഫോബിക് വിദ്വേഷ പ്രവർത്തനങ്ങളും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. പൊതുവിദ്യാലയങ്ങളിൽ സുരക്ഷിതവും എല്ലാവരും ഉൾക്കൊള്ളുന്നതുമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്വേഷത്തിൽ നിന്നും വിവേചനത്തിൽ നിന്നും മുക്തമായ ഇടങ്ങളായി സ്കൂളുകൾ നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രീമിയർ ക്രിസ് മിൻസ് ഊന്നി പറഞ്ഞു. സമൂഹത്തിൽ ഐക്യം നിലനിർത്തുന്നതിനും ദുർബല വിഭാഗങ്ങളെ പക്ഷപാതത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ സ്കൂൾ തലത്തിൽ തന്നെ കർശനമായ ഇടപെടലുകൾ നടത്തുന്നത് ഭാവി തലമുറയെ നല്ല പൗരന്മാരാക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റീന ബെന്നി. സൗദിയിൽ OICC അൽ ഖസീം സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ പേരിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ തിരൂർ ദേശീയ പതാക ഉയർത്തി. പൊതുസമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബ്ദുറഹ്മാൻ തിരൂർ, പ്രമോദ് കുര്യൻ, അബ്ദുറഹ്മാൻ കാപ്പാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച പൊതുപ്രവർത്തകനുള്ള സേവന പുരസ്കാരം BRM ഷഹീറിന് സമ്മാനിച്ചു. കുട്ടികൾക്കായി ക്വിസ് മത്സരവും സജി ജോബ് തോമസിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. ഖത്തറിൽ 4ാമത് സൂഖ് വാഖിഫ് അന്താരാഷ്ട്ര ഈന്തപ്പഴ പ്രദർശനത്തിന് നാളെ തുടക്കമാകും. ഫെബ്രുവരി 16 വരെയാണ് മേള. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെയാണ് സന്ദർശന സമയം. വൈവിധ്യമാർന്ന ഈന്തപ്പഴ രുചിക്കാനും വാങ്ങാനും അവസരമുണ്ടാകും. ജിദ്ദ തെക്കേപ്പുറം കൂട്ടായ്മയായ BRC സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ തെക്കേപ്പുറം കിങ്സിന് ജയം. ഫൈനലിൽ 3 ഗോളുകൾക്ക് കേരള ഡൈനാമോസിനെ പരാജയപ്പെടുത്തി. ജരീറാണ് മാൻ ഓഫ് ദി മാച്ച്. മികച്ച ഗോൾ കീപ്പറായി ബഷീർ അലിയെ തിരഞ്ഞെടുത്തു. ജൂനിയേഴ്സ് വിഭാഗത്തിൽ BRC സൂപ്പർ സ്ട്രൈക്കേഴ്സ് 1 ഗോളിന് യങ്സ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. സബ് ജൂനിയർ വിഭാഗം ഫൈനലിൽ അൽ നസ് 1-നെതിരെ 2 ഗോളുകൾക്ക് അൽ ഹിലാലിനെ പരാജയപ്പെടുത്തി. ഖത്തർ ദേശീയ കായിക ദിനാഘോഷത്തോടനുബന്ധിച്ച് എക്സ്പെർട്ട് സ്പോർട്ടീവ് സംഘടിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റ് വെള്ളിയാഴ്ച നടക്കും. ആസ്പെയർ സോണിലെ വാമപ്പ് ട്രാക്ക് ആൻഡ് ഫീൽഡിലാണ് മീറ്റ് നടക്കുകയെന്ന് സംഘാടകർ ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെ അംഗീകാരത്തോടെ നടക്കുന്ന കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റിൽ 750ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ടൂർണമെന്റുകളിൽ ഇന്ത്യക്കായി മത്സരിച്ച കായിക താരങ്ങൾ അണിനിരക്കും. അത്ലറ്റിക്സ്, ഗെയിംസ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി 37 മത്സരങ്ങളാണ് അരങ്ങേറുക. കുവൈറ്റിൽ പ്രവാസികളുടെ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സാഹൽ ആപ്പ് വഴി പുതിയ സേവനം ആരംഭിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സുമായി സഹകരിച്ചാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത്. ഇനി മുതൽ പാസ്പോർട്ട് വിഭാഗം കാര്യാലയങ്ങളിൽ സന്ദർശിക്കാതെ തന്നെ പ്രവാസികൾക്ക് തങ്ങളുടെ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ-US വ്യാപാര കരാറിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്നുണ്ടായില്ല. കരാറിലൂടെ രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയെ അറിയിച്ചു. സഭാസ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകളും ആരംഭിച്ചു. പാർലമെന്റിനെയും രാജ്യത്തെയും ഇരുട്ടിൽ നിർത്തിയാണ് US-യുമായി വ്യാപാര കരാറിൽ ധാരണയിൽ എത്തിയതെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ ആദ്യ നിമിഷം മുതൽ ഉയർന്നു.
मेरी माननीय सदस्यों से अपेक्षा है कि वो प्रश्नकाल के अंदर माननीय सदस्यों को बोलने दें। आप सदन नहीं चलने देना चाहते। കർഷകരുടെയും ക്ഷീരകർഷകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ ആശങ്കകൾ പരിഗണിച്ചാണ് കരാർ സംബന്ധിച്ച് ധാരണയിലെത്തിയതെന്നും പീയൂഷ് ഗോയൽ. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മോദി കോംപ്രമൈസ്ഡ് എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. अपनी इलाके से छोड़कर उस जगह जाकर मर्यादाओं को तोड़ोगे. കരസേനാ മുൻ മേധാവി ജനറൽ MM നരവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ പകർപ്പുമായാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തിയത്. ഇതിന് മറുപടിയായി BJP അംഗം നിഷികാന്ത് ദുബായ് നെഹ്റു കുടുംബാംഗങ്ങൾക്കെതിരായ പുസ്തകങ്ങൾ സഭയിൽ ഉയർത്തിക്കാട്ടി. കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നാളെ 11 മണി വരെ പിരിഞ്ഞു. പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്പീക്കർ ഓം ബിർളയുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 24 ഡൽഹി. വീണ്ടും അപ്രതീക്ഷിത നയതന്ത്ര നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ടെലിഫോണിൽ സംസാരിച്ചെന്നാണ് അവകാശവാദം. ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങൾ, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിച്ചു. തനിക്ക് ചൈനയുമായും ഷീ ജിൻപിങ്ങുമായും ഏറ്റവും മികച്ച ബന്ധമാണുള്ളതെന്നും അത് ആ നിലയിൽ തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഏപ്രിലിൽ നടത്താനിരിക്കുന്ന ചൈന സന്ദർശനത്തെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ നിർണായക പരാമർശങ്ങളുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അന്വേഷണം ശരിയായ ദിശയിലെന്നും ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയിൽ സംശയമില്ലെന്നും കോടതി പറഞ്ഞു. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും ആശങ്കയില്ലെന്നുമാണ് കോടതിയുടെ പരാമർശം. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്ന ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടയിലാണ് ദേവസ്വം ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. അതിസങ്കീർണവും അസാധാരണവുമായ കേസാണിത്. അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി സമയം കൊടുക്കണം. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല. കേസിലെ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം. ഇതോടെ പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന വിലയിരുത്തലിലാണ് ED. മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തും. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്തിന് നേരെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഇതോടെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞു. നടുത്തളത്തിറങ്ങി പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടരുമെന്ന് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം നിലപാട് അറിയിച്ചു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസത്തെ പോലെ ബാനറും പ്ലക്കാർഡും ഉയർത്തിയപ്പോൾ ഭരണപക്ഷത്തു നിന്നും മറുപടി പോസ്റ്റർ ഉയർത്തി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ചോദ്യം നമ്പർ 121 എൽദോസ് കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സീറ്റ്. പിന്നാലെ പ്രതിപക്ഷ നേതാവിനെതിരെ കൂട്ടത്തോടെ മന്ത്രിമാർ. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം രോഷമടങ്ങാതായതോടെ K രാജനും KN ബാലഗോപാലും കൂടി ചേർന്നു വിമർശന ബ്രിഗേഡിൽ. ഈ സമയത്തൊന്നും മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. നിയന്ത്രിക്കാൻ ശ്രമിച്ച സ്പീക്കറെയും വെറുതെ വിട്ടില്ല. ഏത് റൂളാ ഈ സമരം? സാർ ഇത് ഒരു റൂളും വേണ്ട സംസാരിക്കാൻ. വേറെ റൂളെന്താ കാര്യം പറയുന്നതിനുണ്ട്. മന്ത്രിമാരുടെ വിമർശനത്തിന് VD സതീശൻ മറുപടി നൽകിയത് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്ന ശേഷം. 5 മന്ത്രിമാരും
അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുക, അത് എനിക്ക് വിരോധമില്ല. കാരണം അവർ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെങ്ങനെ നോ പറയുന്നു? അവർ നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. ആ AKG സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള സഭയ്ക്കകത്തും പുറത്തും സജീവ രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. ശബരിമലയിലെ ആടിയ ശിഷ്ടംനെയ് ക്രമക്കേടിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുനിൽകുമാർ പോറ്റി റിമാൻഡിൽ. പ്രതിയെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. പ്രാഥമിക അന്വേഷണത്തിൽ 34 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് വിജിലൻസ് കണ്ടെത്തിയത്. വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. കേസിൽ 13ാം പ്രതിയാണ് സുനിൽകുമാർ. കാസർഗോഡ് കുമ്പള ടോൾ പ്ലാസ അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവ്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ പരാതിയെ തുടർന്നാണ് നടപടിയെന്ന് കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര പറഞ്ഞു. അതിനിടെ ഉത്തരവ് ഇറങ്ങും മുമ്പേ ഫേസ്ബുക്കിലൂടെ വിവരം പുറത്തുവിട്ട K. സുരേന്ദ്രനെതിരെ ഒളിയമ്പുമായി BJP ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. ജനകീയ സമരം ഭയന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്ന് പ്രതിപക്ഷം അവകാശപ്പെട്ടു. कासरगोड डिस्ट्रिक्ट पर अरिकेडी पर जो कि केवल पिछले टोल प्लाजा से जो कि 20 किलोमीटर दूर है उसको समाप्त करने का निर्णय लिया है. കേന്ദ്ര ഉപരിതല ഗതാഗത സഹമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണം ശക്തമാകുന്നതിനിടെയാണ് സുരേന്ദ്രന്റെ സർജിക്കൽ സ്ട്രൈക്ക്. എന്നാൽ K. സുരേന്ദ്രനെതിരെ ഒളിയമ്പുമായി BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ML അശ്വിനി രംഗത്തെത്തി. ടോൾ അവസാനിപ്പിക്കാൻ ഇടപെട്ടത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ജില്ലാ നേതൃത്വവുമെന്ന് ML അശ്വിനി അവകാശപ്പെട്ടു. ഇവിടെ BJP ആണ് ഇടപെട്ടിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഘടകം, ജില്ലാ ഘടകം, അതേപോലെ നാഷണൽ ലെവൽ ലീഡേഴ്സ് ഇതിന്റെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിജയം സാധിച്ചിട്ടുള്ളത്. BJP-യിലെ അത് ഏത് ലീഡേഴ്സ് ആണ്, ഏത് ലെവലിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് പറയാൻ ആവശ്യം നമുക്കില്ല. ടോൾ ഗേറ്റ് നിർത്തലാക്കിയതിൽ സംസ്ഥാന BJP നേതൃത്വത്തിന് ഒരു പങ്കുമില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. 60 കിലോമീറ്ററിനകത്ത് മറ്റൊരു ടോൾ ഗേറ്റ് പാടില്ല എന്ന് വ്യവസ്ഥാപിതമായ നിയമം നിലവിലിരിക്കുമ്പോൾ ആ ആരിക്കാടി കടവത്തി ടോൾ ഗേറ്റ് വന്നത് നിങ്ങളുടെ കഴിവുകേടാണ്. ആക്ഷൻ കമ്മിറ്റിയുടെ സമരം ഭയന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്ന് മഞ്ചേശ്വരം MLA AK മഷ്റഫിന്റെ പരിഹാസം. ഞങ്ങളുടെ ശക്തമായ സമരം അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു. സെക്കൻഡ്, ഞങ്ങളുടെ നിയമ പോരാട്ടവും വിജയത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് 29-ന് കോടതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഡ്വക്കേറ്റ് ഹാജരാവാതിരുന്നത്. ടോൾ പ്ലാസ നിർത്തലാക്കിയതിന്റെ അവകാശവാദത്തെ ചൊല്ലി സമൂഹമാധ്യമങ്ങളിലും രാഷ്ട്രീയ പോര് മുറുകുകയാണ്. 24 കാസർഗോഡ്. കൊല്ലം കുണ്ടറ കുഴിക്കാൽ അഴികത്ത് പണിക്കർ കുടുംബാംഗവും റിട്ടയർഡ് അധ്യാപികയുമായിരുന്ന എലിസബത്ത് ചെറിയാൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പരേതനായ ക്യാപ്റ്റൻ ഉമ്മൻ ചെറിയാനാണ് ഭർത്താവ്. 24 USA ഓപ്പറേഷൻസ് മാനേജർ വിശാഖ് ചെറിയാൻ മകനാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം പുന്നൻ റോഡിലുള്ള സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിൽ നടക്കും. CPIM ഫണ്ട് തിരിമറി വെളിപ്പെടുത്തിയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട V. കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ജോസഫ് C. മാത്യുവിൽ നിന്ന് MN വിജയന്റെ മകൻ VS അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. ഫണ്ട് തട്ടിപ്പിലൂടെ പാർട്ടിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ മുൻ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മൃദു സമീപനമാണ് സ്വീകരിച്ചതെന്നും പുസ്തകത്തിൽ വിമർശനമുണ്ട്. പാർട്ടിയെപ്പോലും അമ്പരപ്പിക്കുന്ന ജനാവലിയാണ് പുസ്തക പ്രകാശനത്തിന് എത്തിയത്. ജോസഫ് C. മാത്യു പുസ്തകം കൈമാറിയപ്പോൾ സദസ്സിൽ ഇൻകുലാബ് വിളികൾ മുഴങ്ങി. അഞ്ചു വർഷം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടം ഫലം കാണാതെ വന്നപ്പോഴാണ് കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ നിർബന്ധിതനായതെന്ന് V. കുഞ്ഞികൃഷ്ണൻ. ഈ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല എന്നത് പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് പ്രയോജനമില്ലാതെ വരുമ്പോൾ ജനങ്ങളോട് പറയുക എന്നത് എന്നെ പാർട്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ്. 16 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായ കണക്കുകളാണ് നിരത്തുന്നത്.
ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നുവെന്നതിന് തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തട്ടിപ്പ് കണക്കുകൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് TI മധുസൂദനന്റെ ആശ്രിതനായ KP മധുവിനെ ഏരിയ സെക്രട്ടറിയാക്കിയത്. മധുവും ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ടുവെന്നും പുസ്തകത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഒരു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റണമെങ്കിൽ ഒന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആ കാര്യം വിശദീകരിച്ച് ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഈ ഓഡിറ്റ് ഞാൻ നടത്തിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. KP മധു കട്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട്. KP മധു എതിരെ കേസ് കൊടുക്കട്ടെ. ഈ രക്തസാക്ഷി ഫണ്ട് കട്ടിട്ടുണ്ട് ഈ KP മധു. അച്ചടിച്ച 2500 കോപ്പികളും തിക്കിത്തിരക്കിയാണ് ആൾക്കൂട്ടം വാങ്ങിക്കൊണ്ടുപോയത്. ചടങ്ങിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിലെ വെറുമൊരു വിഭാഗീയതയല്ല, മറിച്ച് നേതൃത്വത്തിന്റെ നയങ്ങൾക്കെതിരെയുള്ള അണികളുടെ വികാരമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും വെളിപ്പെടുത്തൽ CPM-ന് വലിയ തലവേദനയാകുമെന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് പയ്യന്നൂരിലെ ജനക്കൂട്ടം. 24 കണ്ണൂർ. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.